ഇനി നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആശയം ഗവേഷണ പ്രശ്നം കണ്ടെത്തലും തിരഞ്ഞെടുക്കലും എന്നുള്ളതാണ്. അങ്ങനെ ഗവേഷണ പ്രശ്നം തിരിച്ചറിയുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ കടുത്ത ശ്രദ്ധയൂന്നുമ്പോൾ പ്രശ്നം തെളിഞ്ഞു വരും. വ്യവസ്ഥാപിതമായ ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പ്രശ്നം കണ്ടെത്തലും തിരഞ്ഞെടുക്കലും. അപ്പോൾ അതിന് ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രശ്നത്തിൻ്റെ ഉറവിടം, സോഴ്സ് ഓഫ് പ്രോബ്ലം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം പ്രശ്നത്തിൻ്റെ സാധൂകരണം, ജസ്റ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം. മൂന്നാമത്തെ കാര്യം പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ എന്നുള്ള കാര്യം. 4 പ്രശ്ന നിർവചനം, ഡിഫൈനിങ് ദ പ്രോബ്ലം. 5 പ്രശ്നം പ്രസ്താവിക്കൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം. അതായത് ഈ തിരഞ്ഞെടുത്ത ഗവേഷണ വിഷയത്തെ ഒരു ചോദ്യ രൂപത്തിൽ ആക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ 5 ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഗവേഷണ പ്രശ്നം കണ്ടെത്തുന്നതും തിരഞ്ഞെടുക്കുന്നതും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് സോഴ്സ് ഓഫ് പ്രോബ്ലം, ഉറവിടം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗവേഷണ പ്രക്രിയയെക്കുറിച്ചുള്ള ഒരാളുടെ പരിമിതമായ അറിവ് പ്രശ്നം തിരിച്ചറിയുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പ് എന്നിവ ഇല്ലെങ്കിൽ ഉചിതമായ ഒരു ഗവേഷണ പ്രശ്നം രൂപീകരിക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്ന് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടും ആണ്. പരിചയസമ്പന്നനായ ഒരു ഗവേഷകന് പോലും ഗവേഷണം ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുന്നത് പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. ഓരോ ഗവേഷകനും സ്വന്തമായ തനതായ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് ഒരു പ്രശ്നം തിരഞ്ഞെടുക്കുന്നത്. പലതരത്തിലുള്ള സോഴ്സുകളിൽ 3 എണ്ണം ഏറ്റവും പ്രധാനമാണ്. അവ പ്രൊഫഷണലായ പ്രസിദ്ധീകരണങ്ങൾ, പ്രൊഫഷണലായ ഗവേഷണ പരിചയം, സിദ്ധാന്തങ്ങളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന അനുമാനങ്ങൾ എന്നിവയാണ്. ഒരു ഗവേഷകൻ്റെ പ്രൊഫഷണൽ അനുഭവം പ്രധാനപ്പെട്ട ഗവേഷണ സോഴ്സുകളിൽ ഒന്നാണ്. ഗവേഷണത്തിനുള്ള പ്രഭവം പലപ്പോഴും ഒരുപക്ഷെ അതാകാം. അനുഭവം ഗവേഷണ പ്രശ്നത്തെ നിർദ്ദേശിക്കുന്നതിന് സഹായകരമാകും. ഒരു പരിചയസമ്പന്നനായ സാമൂഹിക ശാസ്ത്രകാരനോ അധ്യാപകനോ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആരായുമ്പോൾ അവരുടെ മേഖലയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നേക്കാം. അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്യാപന മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രശ്നത്തെ ആയിരിക്കാം അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നർത്ഥം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സാഹിത്യം അഥവാ റിസർച്ച് ലിറ്ററേച്ചർ എന്നുള്ളത്. ഒരു ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിനും ഫലപ്രദമായ ഗവേഷണം നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗവേഷണ രംഗത്തെ റിപ്പോർട്ടുകളും സാഹിത്യങ്ങളും വളരെയേറെ സഹായിക്കുന്നു. ഇപ്പോൾ ദ്വിതീയ പ്രഭാവങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഗവേഷണ പ്രശ്നങ്ങൾ ഉള്ളിൽ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഗവേഷണ ജേർണലുകൾ, ആനുകാലികങ്ങളിലെ ഗവേഷണ പക്തികൾ, ഗവേഷണ സംഗ്രഹങ്ങൾ, പുസ്തകങ്ങൾ, ആർട്ടിക്കിളുകൾ, ഗൈഡുകൾ, ഗവേഷണ റിപ്പോർട്ടുകൾ, ഇയർ ബുക്കുകൾ, നിഘണ്ടു എല്ലാം തന്നെ ഗവേഷണത്തിലേക്ക് നയിക്കാവുന്ന ചില പ്രശ്നങ്ങൾ ഗവേഷകന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു. ഗവേഷണം ആവശ്യമുള്ള ചില മേഖലകളാണ് ഇതിലൂടെ അറിയുന്നത്. ഇപ്പോൾ ഗവേഷണ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള പ്രഭാവം ഇത്തരത്തിലുള്ള ലിറ്ററേച്ചറുകളായിരിക്കും. ഇപ്പോൾ വിദ്യാഭ്യാസ ഗവേഷണത്തിൻ്റെ സർവ്വവിജ്ഞാന കോശം, അന്തർദേശീയ ജേണലുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ റിലേറ്റഡ് ലിറ്ററേച്ചർ എന്നുള്ള ഇതിൽ ഉൾപ്പെടുന്നു. അപ്പം അത്തരത്തിലുള്ള സാഹിത്യങ്ങളുടെ സ്വാധീനം ഗവേഷണ രംഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനഃശാസ്ത്രം, സോഷ്യോളജി, തത്വശാസ്ത്രം തുടങ്ങിയവയിൽ ഉണ്ടായിട്ടുള്ള സാമാന്യവൽകൃത പ്രസ്താവനകൾ തുടങ്ങിയവയെല്ലാം സാമൂഹ്യശാസ്ത്ര ഗവേഷണ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഉതകുന്നവയാണ്. വ്യക്തിത്വം, ബുദ്ധി, അഭിപ്രേരണ, സാമൂഹിക സാമ്പത്തിക പദവി തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ തുടർ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഉറവിടങ്ങളാണ്. അന്വേഷണ പഠനങ്ങൾ നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തുടരന്വേഷണം നടത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ശാസ്ത്രീയമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്തായാലും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിരവധി സോഴ്സസ് നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം പ്രശ്നത്തിൻ്റെ സാധൂകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗവേഷണ വിഷയം തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം. അപ്പം അന്വേഷണത്തിന് വസ്തുനിഷ്ഠതയും സാധുതയും നിർബന്ധമാണെന്നതുകൊണ്ട് തന്നെ ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള സാധ്യതയും അതിന് അനുകൂലമായ പ്രശ്നങ്ങളാണോ താൻ തിരഞ്ഞെടുത്തത് എന്ന് ആരായേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ കണ്ടെത്തലുകളും പുതുചിന്തകളുമാണ് ഗവേഷണ പ്രശ്നത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉറവിടം. ഇപ്പോൾ വിവരവിനിമയ സാങ്കേതികവിദ്യയുടെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ ഗവേഷണ പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഗവേഷകരെ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തു, അതിൻ്റെ സമകാലികമായ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കണം സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിനായിട്ട്
തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യങ്ങൾ സാധൂകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒന്ന്, അത് ഗവേഷകന് എത്രമാത്രം ഇണങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പൊതുവായ മൂല്യം. അതോടൊപ്പം ഒരു ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കണം. ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം ഗവേഷണം വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അത് ഗവേഷകന് എത്രമാത്രം ഇണങ്ങും, അദ്ദേഹത്തിൻ്റെ അറിവിനും താല്പര്യത്തിലും അനുസരിച്ച് അത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമോ, തൻ്റെ താല്പര്യ വിഷയങ്ങളിൽ പെടുന്ന ഒരു വിഷയമാണോ ഇത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, അത്തരത്തിലുള്ള ഒരു ഗവേഷണ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അക്കാദമിക് ആയിട്ടുള്ള മൂല്യം അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുണ്ടാകാവുന്ന പ്രത്യേകമായ നേട്ടം എന്താണെന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഗവേഷണ പ്രശ്നം രൂപപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൽ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമൂഹിക ഗവേഷണത്തിലെ ഗവേഷണ പ്രശ്നം സാമൂഹിക പ്രക്രിയയുമായി ബന്ധപ്പെട്ടതാകണം എന്നുള്ളതാണ്. അതായത് സബ്ജക്റ്റീവ് ആകണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായും അത്തരം പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടതാകണം എന്നുള്ളത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രശ്നം സാമൂഹിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ടോ ശക്തിപ്പെടുത്താനായിട്ടോ സഹായിക്കുന്നതാകണം. മൂന്നാമത്തെ കാര്യം, ഒരു ഗവേഷണ പ്രശ്നം അത് സമകാലികമായി പ്രസക്തിയുള്ളതും പുതിയതും പ്രാധാന്യമുള്ളതും പൊതുവെ താല്പര്യമുള്ളതും ആകണം. നാലാമത്തെ കാര്യം, ഒരു ഗവേഷണ പ്രശ്നം സമയബന്ധിതമായി പരിഹാര നിർദ്ദേശത്തിന് കഴിയുന്നതും പ്രായോഗികവുമായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഗവേഷണം വർഷങ്ങളെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഒരു ഗവേഷണ പ്രശ്നം ഗവേഷകന്റെ മനോഭാവത്തിനും അഭിരുചിക്കും ഇണങ്ങുന്നതായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ ഗവേഷണ പ്രശ്നം സർവാത്മകത അല്ലെങ്കിൽ നമ്മുടെ സർഗാത്മകതയ്ക്ക് മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത്യധികം പണച്ചെലവുള്ളതാകാനോ ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കാൻ സാധ്യതയില്ലാത്തതോ ആയ ഒരു വിഷയത്തെ ഗവേഷണ വിഷയമായിട്ട് തിരഞ്ഞെടുക്കാനും പാടില്ല. ഒരു ഗവേഷണ പ്രശ്നം അന്തർദേശീയ നിലവാരത്തിൽ എത്തുന്നത് ആകാം, പ്രാദേശികമായ വിഷയങ്ങളാകാം, ദേശീയമായ വിഷയങ്ങളാകാം. അത് വിഷയത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഏത് തരത്തിലുള്ള വിഷയങ്ങൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് കാണുന്നു. അപ്പോൾ ഏതൊരു വിഷയം തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിന് സമകാലികമായ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് ഓരോ സാമൂഹിക ശാസ്ത്ര ഗവേഷകൻ്റെയും കടമയാണ്. ഇതോടുകൂടി നമ്മുടെ 2ാമത്തെ മൊഡ്യൂൾ പൂർത്തിയാകുകയാണ്. അപ്പോൾ ഈ 2ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായും പ്രധാനപ്പെട്ട ചില ഹെഡിങ്ങുകൾ അഥവാ ടൈറ്റിലുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, ഗവേഷണത്തിൻ്റെ നിർവചനങ്ങൾ. രണ്ടാമത്തെ, ഗവേഷണത്തിൻ്റെ രൂപരേഖ. മൂന്നാമത്തെ കാര്യം, എക്സ്പ്ലോറേറ്ററി റിസർച്ച് അഥവാ പര്യവേഷണ ഗവേഷണം. മറ്റൊന്ന്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അഥവാ വിവരണാത്മക ഗവേഷണം എന്നുള്ള സങ്കല്പം. പിന്നെ ലോങ്ജിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആശയം. അതുപോലെ ഗവേഷണ പ്രശ്നത്തിൻ്റെ രൂപീകരണം, ഫോർമുലേഷൻ ഓഫ് ദി റിസർച്ച് പ്രോബ്ലം എന്നുള്ളതും, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, ഗവേഷണ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും, പിന്നെ ക്രൈറ്റീരിയ ഫോർ പ്രോബ്ലം, ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ 2ാമത്തെ മൊഡ്യൂളിൽ പഠനവിധേയമാക്കേണ്ടത്. അത്തരം ഭാഗങ്ങൾ കഴിയുന്നതോടെ നമ്മുടെ 2ാമത്തെ മൊഡ്യൂൾ പൂർത്തിയാവുകയാണ്.